ഹായ്, നമ്മളിന്ന് സൺഡേ ആയിട്ടൊരു സ്ഥലം വരെ പോവാണ്. നമ്മൾ സാധനം ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഭയങ്കര മഴയാണ് കേട്ടോ. ഇപ്പം അധികം പെയ്യുന്നില്ല, മുന്നേ നല്ല മഴ ഉണ്ടായിരുന്നു. അപ്പം നമുക്കിനി പോകാൻ റെഡി ആവാം കേട്ടോ. അപ്പം ഞാൻ ഈ ഷർട്ടാണ് ഇടുന്നത്. ഇത് സ്റ്റുഡിയോന്ന് വാങ്ങിയതാണ്. അപ്പം മെയിനായിട്ട് നമുക്കിനി ആദ്യം ഫൗണ്ടേഷൻ ഇടാം. മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞിട്ടാണ് ഫൗണ്ടേഷൻ ഇടേണ്ടത്. അങ്ങനെ ഫൗണ്ടേഷൻ ഇട്ടു. അതിനിടയിൽ വിശന്നപ്പോൾ ഒരു പഴം കഴിച്ചിട്ടുണ്ട്. പിന്നെ ഇത് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ലിപ്സ്റ്റിക് ആണ്. ഇത് ഡാസിലറിൻ്റെ 13 ആണ് കേട്ടോ. നല്ല അടിപൊളിയാണ്. ഡസ്കി സ്കിന്നിനൊക്കെ നന്നായിട്ട് സ്യൂട്ടാവും. പിന്നെ ഇനിയിപ്പോൾ ഹെയറിൻ്റെ ഒരു പരിപാടിയും കൂടി ഉള്ളൂ. കുറച്ച് മുടി ആയതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടും. പിന്നെ എൻ്റെ കമ്മലെടുത്തിടാം. ഞാനിങ്ങനെ കമ്മലൊന്നും ഇട്ടിട്ട് നടക്കാറൊന്നുമില്ല. എപ്പോഴും ഉരിയൊക്കെയോ ഇപ്പോൾ എവിടെയെങ്കിലും പോകുമ്പോഴേ ഇടുള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് ഷോ കാണിച്ചിട്ട് നമുക്ക് പോവാം. ഗൈസ്, കുശുമ്പ് കണ്ടു കുത്തി 2 തലമാർ നടക്കുന്നുണ്ട്. അതിൻ്റെ ഗൈസ്, അപ്പം നമ്മൾ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു. നമുക്ക് പോയിട്ട് വരാം. ഇതാണ് നമ്മൾ ഔട്ട്ഫിറ്റ്. പുതിയ മഴക്കോട്ടൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. പോയിട്ട് വരാം. അങ്ങനെ ഞങ്ങളിതേ നടന്നു പോവാണ്. നമ്മൾ ചിറ്റൂരിലേക്കാണ് പോണത്. കുഞ്ഞുവാവയ്ക്ക് നമ്മൾ ഗിഫ്റ്റ് മേടിക്കാനുണ്ട്. അപ്പം നമ്മളത് മേടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ അതേ പോകുമ്പോൾ തന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് അവിടെ ബീഫ് കടയൊക്കെ തുറന്നിട്ടുണ്ട്. മഴ ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ പോണത് വൈപ്പിലേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മളെ കൂടെ വർക്ക് ചെയ്ത ചേച്ചിയുടെ കുഞ്ഞുവാവയുടെ 90 അപ്പോൾ അങ്ങോട്ടേക്കാണ് പോണത്. അപ്പോൾ നമുക്ക് ഗിഫ്റ്റൊക്കെ വാങ്ങാനുണ്ട് കുഞ്ഞുവാവയ്ക്ക്. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി ചിറ്റൂരിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ചിറ്റൂരിൽ ഇതേ ഒരു കിഡ്സിൻ്റെ ഷോപ്പുണ്ട്. നമ്മളവിടെ കയറിയിട്ട് ഡ്രസ്സ് മേടിക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കുഞ്ഞുങ്ങൾക്കൊക്കെ ഡ്രസ്സ് മേടിക്കാൻ വേണ്ടി വരുന്നത്. കുഞ്ഞുങ്ങളുടെ ഡ്രസ്സിനൊക്കെ നല്ല റേറ്റ് ആണെന്ന് ഞാൻ അപ്പോഴാണ് അറിഞ്ഞത്, നമ്മുടെ ഡ്രസ്സിനേക്കാളും. പക്ഷെ നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമാണ് കുഞ്ഞു കുഞ്ഞു ഉടുപ്പുകളും ഷൂസൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഷൂസും വാങ്ങി, ഒരു ഡ്രസ്സും കൂടി വാങ്ങി. അങ്ങനെ ഞങ്ങളതേ നേരെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ പാക്ക് ചെയ്യണമല്ലോ. അപ്പോൾ നല്ല ഗിഫ്റ്റായിട്ട് അടിപൊളിയായിട്ട് ഗിഫ്റ്റ് പേപ്പറൊക്കെ വെച്ചിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ ഓട്ടോ വിളിച്ചിട്ട് കണ്ടെയ്നർ റോഡിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ എൽദോസേട്ടനും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേ ഒരാൾ നമ്മളെ കൂട്ടാൻ വേണ്ടി കാറിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ മീനു ചേച്ചിയാണ്. ചേച്ചിയുടെ കൂടെയാണ് നമ്മൾ പോണത്. നമ്മളിവിടെ വർക്ക് ചെയ്യുന്നതാണ് ചേച്ചി. ഞങ്ങൾ സൂപ്പർവൈസറാണ്. അങ്ങനെ ഞങ്ങളിതേ കാറിൽ കയറി ഞങ്ങൾ നേരെ വൈപ്പിലേക്ക് പോകാം കേട്ടോ. പോകുന്ന വഴി പിന്നെ ഞങ്ങൾക്ക് കാണാപ്പാടായിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ആ ചേച്ചിയുടെ കല്യാണത്തിനും എൻഗേജ്മെൻറ്റിനും ഒക്കെ ഞങ്ങൾ ഇങ്ങോട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ കുട്ടീൻ്റെ 90 പോവാണ്. അതുകൊണ്ട് വഴി ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ അടിപൊളി സ്ഥലം കേട്ടോ അവിടെയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ ചെറുതായിട്ട് കുറച്ച് ലേറ്റായി പോയോ എന്നൊരു സംശയം. നമ്മളൊരു 12 മണിയായപ്പോഴാണ് അവിടെ എത്തിയത്. അങ്ങനെ കുഞ്ഞാവേനെയും കുഞ്ഞാവയുടെ അച്ഛനെയും അമ്മേനെയും ഒക്കെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. ഭയങ്കര തിരക്കാണ്. അപ്പോൾ ഞങ്ങൾ പോയ പാടന്നെ പേരിടൽ ചടങ്ങൊക്കെ ഉണ്ടായിരുന്നു. കുട്ടിയുടെ പേര് ഏക എന്നാണ്. ഏക സൗബിൻ. നല്ല അടിപൊളി പേരില്ലേ, കേൾക്കാത്തൊരു പേര്. അപ്പം ഞാൻ പോയ പാടന്നെ ഫുഡാണ് കേട്ടോ കഴിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബിരിയാണി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ അപ്പം, ബീഫ് സ്റ്റൂ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ബിരിയാണിയാണ് കഴിച്ചത്. നല്ല ഓയിലുള്ള ബിരിയാണി എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. അതായത് ആ എണ്ണയുടെ ഇതൊക്കെ വന്നിട്ടുള്ളത്, അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. 2 പ്രാവശ്യം ഞാൻ കഴിച്ചു. എന്നിട്ട് നമ്മൾ ഐസ്ക്രീമാണ് കേട്ടോ കഴിച്ചത്. കുഞ്ഞാവയുടെ ഫോട്ടോ ആണിത്. എനിക്കെന്തൊരു പേര് നല്ല ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ ചേച്ചീനെ കണ്ടു, ഗിഫ്റ്റൊക്കെ കൊടുത്തു. ഇതാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ താരം. ചേച്ചിയുടെ അച്ഛനാണ്. സൂപ്പറാണ് ആള്. അങ്ങനെ അച്ഛനെയൊക്കെ കണ്ട് നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകുമ്പോൾ ചേച്ചി നമ്മളാക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ കാറിൽ തന്നെയാണ് കേട്ടോ തിരിച്ചു പോണത്. അങ്ങനെ ഞങ്ങൾ വീടിൻ്റെ അടുത്ത് എത്തി. കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. എന്തായാലും ഒരുങ്ങി. അപ്പോൾ നമുക്ക് മഴയത്ത് കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അപ്പോഴത്തെ മഴ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ ഒരു റീൽസ് അങ്ങോട്ട് എടുക്കാമെന്ന് വിചാരിച്ചു ടെറസിൻ്റെ മേലെ കയറി. കാലാവസ്ഥ പക്ഷെ നമുക്ക് അനുകൂലമല്ലായിരുന്നു കേട്ടോ. നല്ല മഴക്കാറുണ്ടായിരുന്നു. എന്നാൽ പിന്നെ ഈ പാട്ട് ഞാൻ ഒറ്റയ്ക്കും കൂടി ഒരു ഡാൻസ് കളിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഒന്നും കൂടി കളിക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് വേണം പോയിട്ട് താഴെ പോയിട്ട് കുറച്ച് പരിപാടിയുണ്ട്. ഒന്നും കൂടി ഒന്ന് കുളിക്കണം. ഭയങ്കരമായിട്ട് എന്തോ ചൂടൊക്കെ എടുത്ത പോലെയായി. ഞാൻ കുളിക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ തേച്ചത് ചാർക്കോളിൻ്റെ ഇതാണ്. ചാർക്കോൾ പീൽ ഓഫ് മാസ്ക്. നമ്മൾ ചാർക്കോളിൻ്റെ പീൽ ഓഫ് മാസ്ക് ആണ് എടുത്തിട്ടുള്ളത്. മുഖത്ത് തേച്ചിട്ടുണ്ട്. നമുക്കത് പറിച്ചെടുക്കണം. അത് നമുക്ക് നോക്കിയാലോ. എണ്ണ തേച്ചിട്ട് കിടക്കുന്ന ഒരു വ്യക്തിനെയാണ് നിങ്ങൾ കാണുന്നത്. കുളിക്കാൻ എണ്ണ തേച്ചിട്ട് കിടക്കട്ടെ. ഒരാൾ മുടി വെട്ടുമ്പോൾ വേറൊരാൾ മുടി വെട്ടുമെന്ന് പറഞ്ഞില്ലേ. കുശുമ്പായതുകൊണ്ട് ഞാൻ മുടി വെട്ടിയപ്പോൾ അതും മുടി വെട്ടിട്ട. ഇനി ഇത് പറിച്ചെടുക്കുമ്പോൾ ഭയങ്കര പാടാണ്. ഇത് എത്ര മിനിറ്റ് വെക്കണ്ടേ? എത്ര ഉണങ്ങുമ്പോ നമുക്ക് പറിച്ചളയാം. പറിക്കുമ്പോ വീഡിയോ ഉണങ്ങിയിട്ടില്ല കേട്ടാ. ഇതാണ് ഈച്ചയാട്ട്. എൻ്റെ അമ്മ മുഖത്തുള്ളത് കഴുകാൻ വയ്യ.
അപ്പോഴത്തേനും ചേച്ചിമാർ അട ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് കഴിക്കാമെന്ന് വിചാരിച്ചു. മുഖമൊന്നും കഴുകാണ്ട് അങ്ങനെ അത് കഴിച്ചു. ഇനി ഇത് പറിച്ചെടുക്കേണ്ട കാര്യമാണ്. ഇത് ഉണങ്ങുന്നുണ്ട് കണ്ടോ. ഇനി ഇവിടെയൊക്കെ ഇച്ചിരി ഉണങ്ങാനുള്ളൂ, പക്ഷെ ഇവിടെ അങ്ങനെ നമ്മൾ അതൊക്കെ പറിച്ചെടുത്ത് ഫേസൊക്കെ കഴുകി. അപ്പോൾ നല്ല മഴ വരുന്നുണ്ട്, അപ്പോൾ നമുക്കൊന്ന് പോയിട്ട് കുളിച്ചിട്ട് വരാം. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും നമുക്കൊരാൾ ഇതേ ചിക്കൻ പോപ്കോണൊക്കെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടി കഴിച്ചിട്ട് സമാധാനമായിട്ട് അങ്ങോട്ട് കിടക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.